കണ്ണൂർ പഴയങ്ങാടിയിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനെതിരെയും ഭർതൃമാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് റീമ ഉന്നയിച്ചിരിക്കുന്നത്. ഭർതൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല. തന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഭർത്താവ് ഇറക്കിവിട്ടു. മകനെ വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ല എന്നും കുറിപ്പ്. അടിമയെപ്പോലെ കഴിയേണ്ട അവസ്ഥയാണ് മകൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് റീമയുടെ അച്ഛൻ പറഞ്ഞു. കത്തിൽ റീമ പറഞ്ഞതെല്ലാം സത്യമാണ്. തക്കതായ ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നും അച്ഛൻ പറഞ്ഞു. അവള് എന്ന് വെച്ചാൽ ഒരു അടിമയെ പോലെ അവിടെ കഴിയേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ മോക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. അവൻ അമ്മ എന്താ പറയുന്നു അത് തന്നെ അവൻ്റെ വലിയ. അപ്പോൾ എൻ്റെ മോൾ ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട്. അവൾ കത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വഹിച്ചു. അത് എൻ്റെ അപേക്ഷയിൽ. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, ആത്മഹത്യാക്കുറിപ്പ് കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ റീമയുടെ അച്ഛനും ഗുരുതരമായ ആരോപണങ്ങൾ ഭർതൃ വീട്ടുകാർക്കെതിരെ ഉയർത്തുന്നുണ്ട്. എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന പുതിയ വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഏതായാലും തൻ്റെയും കുഞ്ഞിൻ്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയുമാണെന്ന് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് വാട്സാപ്പിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു റീമ. അതിന് പുറമെയാണ് ഇപ്പോൾ വിശദമായതെന്ന് പറയാവുന്ന ആത്മഹത്യാക്കുറിപ്പിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്, പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് റീമ പറയുന്നത്. റീമയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ഘട്ടത്തിലും ഭർത്താവ് പൂർണ്ണമായും അമ്മയ്ക്കൊപ്പം നിന്നു. തൻ്റെയോ കുഞ്ഞിൻ്റെയോ കൂടെ ഒരു ഘട്ടത്തിലും നിൽക്കാൻ തയ്യാറായില്ല എന്നൊരു ആരോപണമാണ് റീമ ആ കുറിപ്പിൽ പറയുന്നത്. ഭർത്താവ് ഇത്തരത്തിൽ അമ്മയുടെ വാക്ക് കേട്ട് നിൽക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിലും തനിക്കും കുഞ്ഞിനും ഒരു പരിഗണനയും തന്നില്ല എന്ന് കൂടി പറയുന്നു. ഇതിന് ശേഷമാണ് ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. കുഞ്ഞിനെ തനിക്ക് വേണം, എന്നാൽ ഭാര്യയായ റീമയെ വേണ്ട എന്നൊരു നിലപാട് ഈ ഭർത്താവ് കമൽരാജ് എടുക്കുന്ന സാഹചര്യം വരുന്നു. ഇതോടുകൂടിയാണ് വലിയ പ്രശ്നങ്ങളിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും താൻ പോയത് റീമ ആ കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടി വൈകാരികമായ ചില കാര്യങ്ങൾ കൂടി ഈ കുറിപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ശനിയാഴ്ച അന്ന് ഒരു PSC പരീക്ഷ മാടായി ബോയ്സ് സ്കൂളിൽ പോയി PSC പരീക്ഷ എഴുതി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ആ പരീക്ഷ എഴുതാൻ ഉപയോഗിച്ച അതിൻ്റെ ഹോൾ ടിക്കറ്റിന് പിറകിലാണ് റീമ ഇക്കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടി റീമ പറയുന്നുണ്ട്. ഇങ്ങനെ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം നിൽക്കാനാണെങ്കിൽ, തനിക്കും കുഞ്ഞിനും ഒരു പരിഗണനയും നൽകാതിരിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ എന്തിനാണ് തന്നെ പോലൊരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചത്? ഞാൻ എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ആ ആത്മഹത്യാക്കുറിപ്പിൽ റീമ ഉന്നയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ നിയമം ഇങ്ങനെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. കൊന്നാലും ചത്താലും എന്നെപ്പോലുള്ള ഈ നിയമം മാറാതെ എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് രക്ഷയില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി ആ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഭാഗമായി റീമ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ ആത്മഹത്യാക്കുറിപ്പ് കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് കൈമാറിയിരുന്നു. പോലീസ് ഇന്നലെ ഈ വീട്ടിലെത്തി അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെയുള്ള മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ ആ ഒരു നാടിനെ ആകെ വലിയ വിഷമത്തിലാക്കിയ കാര്യങ്ങളായിരുന്നു സംഭവിച്ചത്. കുഞ്ഞിനെ സ്വന്തം ശരീരത്തോട് ചേർത്ത് കെട്ടിയാണ് ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് പുലർച്ചെ 1:30 റീമ ചാടുന്നത്. തൊട്ടടുത്ത ദിവസം രാവിലെ റീമയുടെ മൃതദേഹം കണ്ടെത്തി. പിന്നീട് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കൂടി കണ്ടെത്തി അമ്മയെയും കുഞ്ഞിനെയും ഒരുമിച്ച് അടക്കം ചെയ്യാമെന്നൊരു ചിന്തയിൽ ഒരു ദിവസം മുഴുവൻ വീട്ടുകാർ കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിൻ്റെ മൃതദേഹം തൊട്ടടുത്ത ദിവസവും ലഭിക്കാതെ വന്നതോടുകൂടി അമ്മയുടെ സംസ്കാരം നടത്തുന്നു. അമ്മയുടെ സംസ്കാരം കഴിഞ്ഞ് നിമിഷങ്ങൾക്കകമാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഈ ചെമ്പല്ലിക്കുണ്ട് റെയിൽവേ പാലത്തിന്
സമീപത്ത് നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആ നാട് ഇപ്പോഴും അതിൻ്റെ ദുഃഖത്തിൽ നിന്ന് മോചിതമായിട്ടില്ല പൂർണ്ണമായും. അതിനിടയിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലെ ഗുരുതരമായ കാര്യങ്ങൾ വരുന്നത്. ഏതായാലും ഇപ്പോൾ റീമയുടെ അച്ഛൻ മോഹനൻ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് ആ കുടുംബത്തിന് ലഭിക്കണം, ഭർത്താവിനും ഭർത്താവിൻ്റെ അമ്മയ്ക്കും ഉൾപ്പെടെ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒപ്പം റീമയുടെ വാക്കുകളും വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം തന്നെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കാൻ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിരന്തരം മാനസികമായ പീഡനം ഉണ്ടാകുമ്പോഴും തനിക്കൊപ്പം ഒന്ന് നിൽക്കാൻ, തനിക്കൊരു പിന്തുണ നൽകാൻ തയ്യാറാകാത്ത ഒരാൾ എന്തിന് തന്നെ വിവാഹം കഴിച്ച് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോയി, തന്നെ എന്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചു എന്നൊരു ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ബാക്കിയാകുന്നുണ്ട്. ലക്ഷ്മി പത്മ. നിഖിൽ, ഇതിൽ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അത്തരം സമ്മർദ്ദങ്ങൾ റീമ നേരിട്ടിരുന്നോ? ജൂലൈ 20-നാണ് ഈ സംഭവം, പുലർച്ചെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഭർത്തൃ വീട്ടുകാരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ലക്ഷ്മി പത്മ, ഇതിൽ ഇപ്പോഴും ഈ ഭർത്താവ് കമൽരാജും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും എല്ലാം തന്നെ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. പോലീസ് നിലവിൽ ഈ റീമയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ സ്ത്രീധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല റീമയുടെ പിതാവ് തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്, ശാരീരിക പീഡനം എന്ന നിലയിലേക്ക് പോയിട്ടില്ല, പക്ഷേ മാനസികമായി ഈ ശാരീരികമായി ഉണ്ടാകുന്ന പീഡനത്തെക്കാൾ കൂടുതൽ ഒരു മനുഷ്യനെ തളർത്തുന്ന വിധത്തിലേക്കുള്ള മാനസിക പീഡനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ടത്, എൻ്റെ മകൾ അവിടെ ഒരു അടിമയെ പോലെയാണ് ജീവിച്ചത്, എല്ലാം സഹിച്ച് ജീവിക്കുകയായിരുന്നു. ചില കാര്യങ്ങളൊക്കെ തങ്ങളോട് പറഞ്ഞെങ്കിൽ പോലും ഈ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം, ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എന്നതുകൊണ്ട് പല കാര്യങ്ങളും സഹിച്ച് ജീവിക്കുകയായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി മോഹനൻ പറയുന്നുണ്ട്. പോലീസ് ഏതായാലും വരും ദിവസങ്ങളിലെങ്കിലും ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി കൂടുതൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നൊരു പ്രതീക്ഷയാണ് ആ കുടുംബം ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. പക്ഷേ നിലവിൽ ഈ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ കമൽരാജിനും കുടുംബത്തിനുമെതിരെ നേരത്തെ കണ്ണപുരം പോലീസിൽ, ഈ കമൽരാജിൻ്റെ വീട് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്, അതുകൊണ്ട് കണ്ണപുരം പോലീസിൽ റീമയുടെ കുടുംബം ഒരു പരാതി നൽകിയിരുന്നു. അത് ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ആ കേസ് മാത്രമാണ് നിലവിൽ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ളത്. പക്ഷേ സ്ത്രീധനം എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണം ആ കുടുംബം ഏതായാലും ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂരിൽ നിന്ന്.